ഞങ്ങൾ കളരിക്കടുത്തെത്തി. നഗരവാസികളുടെ ആർപ്പ് വിളിയും കയ്യടിയും കേട്ടു തുടങ്ങി. ഇതെല്ലാം കേട്ടപ്പോൾ എൻ്റെ രക്തം തിളച്ചു. പക്ഷേ ഒരു കാര്യവുമില്ല. ഷോണന് കൊടുത്ത വാക്കനുസരിച്ച് ഞാൻ പുറത്തു നിൽക്കണം. ഞങ്ങൾ കവാടത്തിനടുത്തെത്തി. മത്സരം വളരെ മുമ്പേ ആരംഭിച്ചിരുന്നു. അകത്ത് എതിരാളികളുടെ ആക്രമണം ജോറായിരുന്നു. നിരന്തരമായ കയ്യടി മുഴങ്ങുന്നു. എൻ്റെ പരാക്രമോത്സുകമായ മനസ്സ് കൂട്ടിലടച്ച കടുവയെ പോലെയായിരുന്നു. അമ്മയെ കണ്ട പൈക്കിടാവിനെ പോലെ അത് തുള്ളി. പക്ഷേ കഴുത്തിൽ കയറുണ്ടല്ലോ. വളരെ പ്രയാസപ്പെട്ട് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ ഷോണനോട് പറഞ്ഞു, നീ ഉള്ളിൽ പോയിക്കോ, ഞാനിവിടെ നിൽക്കാം. അവൻ അവിടെ നിന്നു. അവൻ്റെ പിറകെ ഞാനും ഉള്ളിൽ ചെല്ലുമെന്ന് അവൻ ഓർത്തു കാണും. അവൻ്റെ ചുമലിൽ കൈവച്ച് ഞാൻ പറഞ്ഞു, വിശ്വസിക്കൂ ഷോണ, ഞാൻ ഉള്ളിൽ വരില്ല. കർണനാണിത് പറയുന്നത്, പോകൂ. അവൻ എൻ്റെ കാതുകളിൽ നോക്കി നടന്നു. അതെ, സാക്ഷാൽ സൂര്യപുത്രനായ കർണൻ്റെ 6ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ചിന്തകളുടെ അസംഖ്യം തേനീച്ചകൾ എൻ്റെ മനസ്സാകുന്ന അടിയലിൽ അടിയങ്ങ് തത്തിക്കളിച്ചു. ഈ കുണ്ടലങ്ങൾ കാരണമാണ് ഈ ദുർദശ ഉണ്ടായതെങ്കിൽ അത് മുറിച്ചെടുത്ത് ഉള്ളിലേക്ക് കിടക്കാം. പക്ഷേ അതും അസാധ്യമാണ്. കാരണം എത്ര പ്രയാസപ്പെട്ടാലും കാതു മുറിക്കാൻ സാധ്യമല്ല. കളരിയിൽ നടക്കുന്നതൊന്നും എനിക്ക് കാണുവാൻ പറ്റുന്നില്ലായിരുന്നു. പ്രവേശന കവാടത്തിൽ ചില കാണികളുടെ അവ്യക്തമായ സംഭാഷണം കേൾക്കാമായിരുന്നു. അതിനിടെ ഒരു ബഹളത്തിൻ്റെ അലയടിച്ചു. അപ്പോൾ പാൽപ്പത പോലെ മനസ്സ് തിളച്ചു തോന്നി. ഞാൻ കേവി കൂർപ്പിച്ച് ശ്രദ്ധിച്ചു. ചിതറിത്തെറിച്ച വാക്കുകൾ കർണപുടങ്ങളിൽ ഒന്നിച്ചു. ദുശാസനെ ഭീമൻ തറ പറ്റിച്ചു. ശിരസോളം ഉയരത്തിൽ പൊക്കി അയാളെ പെട്ടെന്ന് നിലത്തെറിഞ്ഞ് ഭീമൻ അയാളുടെ നെഞ്ചിൽ കയറിയിരുന്നു. ശക്തമായ മുഷ്ടിപ്രവാഹത്താൽ അയാളെ അടിച്ചമർത്തി. എൻ്റെ ബലിഷ്ഠങ്ങളായ ഭുജങ്ങൾ ഉത്തേജിതങ്ങളായി. നെഞ്ചെടുപ്പ് കാതുകളിൽ പ്രതിധ്വനിച്ചു. എൻ്റെ രക്തപ്രവാഹം ശക്തമായി. അത് പറഞ്ഞു, കർണ, എഴുന്നേൽക്കൂ, അകത്തു പോകൂ. നിന്റെ പുരുഷാർത്ഥം മത്സരത്തിൻ്റെ മാറ്റലുകളിൽ തിരയൂ. ഇതാണ് ആ സുവർണാവസരം. കൃഷ്ണമണികളിൽ പ്രാണൻ കേന്ദ്രീകരിച്ച് ഞാൻ ആകാശത്തേക്ക് നോക്കി. കരുണയില്ലാത്ത കാർമേഘങ്ങൾ ഇപ്പോഴും പഴയപടി തന്നെ. ചിറകറ്റ പക്ഷിയെപ്പോലെ നിസ്സഹായനായി എൻ്റെ മനസ്സ് വിജൃംഭിച്ചു. പ്രവേശന കവാടത്തിനടുത്ത് വ്യാകുലനായി ഞാൻ അങ്ങുമിങ്ങും നടന്നു. എൻ്റെ മനസ്സ് ഉറക്കെ കരഞ്ഞു, സൂര്യദേവ, ഒരിക്കൽ മാത്രം ദർശനം തരൂ. ഹസ്തിനാപുരയിലെ ശക്തനായ ഏത് ചെറുപ്പക്കാരനും തൻ്റെ ജീവൻ ബലി കഴിച്ചും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദിവസം സുപ്രധാന ദിനമാണ്. കേവലം ഒരിക്കൽ മാത്രം അങ്ങയുടെ സഹസ്ര തേജസ്സാർന്ന ദൃഷ്ടി തുറന്ന് ഈ പ്രിയ ശിഷ്യനെ ഒന്ന് നോക്കിയാലും, ഒരിക്കൽ മാത്രം. വീണ്ടും കൈയടി. ഞാൻ ചെവി വട്ടം പിടിച്ചു. നഗലൻ എത്ര സമർത്ഥനാണ്! ഒരേ സമയം ഭിന്ന വേഗതയാർന്ന 2 കുതിരപ്പുറത്ത് ഓരോ കാലു വെച്ച് എത്ര സമൃദ്ധമായി ഓടിക്കുന്നു! അഭിനന്ദനം! പാണ്ഡുപുത്രൻ ധന്യനായിരിക്കട്ടെ. എൻ്റെ മനസ്സ് കുതിരയേക്കാൾ വേഗതയിൽ ഓടിത്തുടങ്ങി. അതിൻ്റെ കുളമ്പുകളിൽ ചിന്തയുടെ ധൂളിപടലമറന്നു. പ്രവേശന കവാടത്തിൻ്റെ ഉമ്മറപ്പടി തുടർന്ന് ഞാൻ ചുറ്റിത്തിരയുകയായിരുന്നു. ഇടയ്ക്ക് തോന്നും, എന്തു വാക്ക്, എന്തു പ്രതിജ്ഞ! ഉടൻ അകത്തേക്ക് കടന്നാലും. പക്ഷേ എപ്പോഴും ആരോ എന്നോട് പറയുന്നു, കർണ, വാഗ്ദാനങ്ങൾ എന്നും പാലിക്കേണ്ടതുകൊണ്ട് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയില്ലാത്തവൻ മനുഷ്യനല്ല, മൃഗമാണ്. ഞാൻ ഉമ്മറപ്പടിയിൽ നിന്ന് പിന്മാറി. വീണ്ടും കയ്യടിയും അട്ടഹാസവും കേട്ടു. തുടർന്ന് പരസ്പര ബന്ധമില്ലാത്ത സംഭാഷണങ്ങൾ. ഹോയ് ഭീമൻ, ഇതുവരെ ഗദായുദ്ധത്തിൽ തോറ്റിട്ടില്ലാത്ത ദുര്യോധനെ നീ ഇന്ന് എത്ര അനായാസം തോൽപ്പിച്ചു! നിന്റെ അടി എത്ര ശക്തമാണ്! കണ്ണുകൾക്ക് തൃപ്തിയായി. വായുപുത്ര, നീ ധന്യനാണ്. എൻ്റെ മനസ്സ് ഗദായുദ്ധകാരനെ പോലെ കറങ്ങി. ഉത്തരീയം മണിബന്ധത്തിൽ ചുറ്റി. ശരമാസകലം ചുട്ടുകൊള്ളുകയായിരുന്നു. ഞാൻ ആകാശത്തിലേക്ക് നോക്കി. കാർമേഘം ഇളകി പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇളകിമറിയാൽ മാത്രം. അടുത്ത നിമിഷം ആശിച്ചു, സർവശക്തിയും ഉപയോഗിച്ച് ഗംഗയിലേക്ക് എടുക്ക് ചുട്ടുപൊള്ളുന്ന ശരീരം അതിൽ മുക്കി തണുപ്പിച്ചാലോ? ഇങ്ങനെ ചിന്തിച്ച് കൈത്തണ്ടയിൽ നിന്നും ഉത്തരീയം അഴിച്ച് ചുമലിലിട്ട ഗംഗയിലേക്ക് നടന്നു. ഏട്ടാ നിൽക്ക്! പിറകിൽ നിന്ന് ഷോണം വിളിച്ചു. പിന്തിരിഞ്ഞപ്പോൾ കണ്ടു, അവൻ ഉമ്മറപ്പടിയിൽ കയറി നിന്ന് കൈ ഉയർത്തി എന്നോട് നിൽക്കാൻ പറയുകയായിരുന്നു. തുടർച്ചയായി ആകാശത്തേക്ക് നോക്കി കഴുത്തോട്ട് വളർന്നു തുടങ്ങിയിരുന്നു. ഇപ്പോൾ തുടരെയുള്ള കയ്യടികളുടെ ബഹളമാണ്. കയ്യടി മാത്രം. കുതിരക്കുളമ്പടി പോലെ, ധാരമുറിയാതെ മഴ വീഴുന്ന പോലെ. ചേട്ടാ, ഇപ്പോൾ അർജുനൻ്റെ കളരിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ചേട്ടാ, ഇപ്പോൾ അർജുനൻ കളരിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അർജുനൻ, അർജുനൻ, അർജുനൻ! അയാളെ എന്തിനിത്ര ഗൗനിക്കുന്നു? അയാൾ എന്ത് പരാക്രമം കാണിക്കാനാണ്? എൻ്റെ ചെവികളിൽ 4 പുറത്തിൽ നിന്ന് ശബ്ദനാദങ്ങൾ വന്ന് തെറച്ചു. അകത്ത് കളരിയിൽ നിമിഷപ്രതി കോലാഹലം വർദ്ധിക്കുന്നു. വെല്ലുവിളികൾ മഴത്തുള്ളികൾ പോലെ പെയ്യുന്നു. നോക്കൂ, അർജുനൻ കുതിരപ്പുറത്തിൽ നിന്നും ആനപ്പുറത്തു നിന്നും അവിടെ നിന്നും വീണ്ടും കുതിരപ്പുറത്തു നിന്നും ചാടിയോടി പരാക്രമങ്ങൾ കാണിക്കുന്നു. ഒരുമിച്ച് 2 വാളെടുത്ത് 2 കൈകൾ കൊണ്ടും ബലവാന്മാരായ എതിരാളികളിൽ പ്രയോഗിക്കുന്നു. നിമിഷ നേരം കൊണ്ട് എതിരാളികളുടെ കയ്യിൽ നിന്നും വാൾ തെറിപ്പിക്കുന്നു.
അയാൾ നമ്രശിരസ്കനായി കളരിക്ക് പുറത്തേക്ക് നടക്കുന്നു. അർജുനനെ പോലെ ഒരു വാൾപ്പയറ്റുകാരൻ ഇല്ല തന്നെ. നോക്കൂ, അർജുനൻ ചക്രവുമായി കളരിയിലിറങ്ങിയിരിക്കുന്നു. ആ ദിവ്യചക്രം ഒരു തളിക പോലെ അനായാസം കറക്കുന്നു. ഇടയ്ക്കത് ആകാശത്തേക്ക് എറിഞ്ഞ് ഒരു ശരാഗ്രഹത്തിൽ കുത്തി നിർത്തി. ഇനി അയാൾ ഗുസ്തി കളരിയിൽ ഇറങ്ങുകയാണ്. എന്തുപോലെ ഉറച്ച ശരീരമാണിത്! കളരിയുടെ പ്രധാന കവാടം പോലെ വിശാലമായ മാറിടം. ഭുജങ്ങളും കാൽവണ്ണയും കരുനൊച്ചില്ലതുപോലെ വളഞ്ഞു പുളഞ്ഞിരിക്കുന്നു. കളരിയുടെ ചെമ്മണ്ണിൽ അയാളുടെ നീലമേനി സുന്ദരമായിരിക്കുന്നു. നിമിഷ നേരം കൊണ്ട് എൻ്റെ എതിരാളിയായ ദുർമുഖനെ നിലംപരിശാക്കി. ഈ അർജുനൻ എപ്പോഴാണ് കളരിയാകെ മാറ്റിമറിക്കുന്നതെന്ന് അറിഞ്ഞില്ല. എന്തെല്ലാം വ്യത്യസ്ത മുറകൾ! ഇതൊരാളാണ് അതോ 13 അർജുനന്മാരും? ഇപ്പോൾ വില്ലാളിയുടെ വേഷം ധരിച്ച് അസ്ത്രകളരിയിലേക്കാണ് പോകുന്നത്. വിഷ്ണുവിനെ പോലെ അർജുനൻ ധന്യനായിരിക്കട്ടെ, പാണ്ഡുപുത്രൻ ധന്യനായിരിക്കട്ടെ. നിന്നെപ്പോലുള്ള വില്ലാളിയെ ആര്യാവർത്തത്തിൽ ആകെ തിരഞ്ഞാലും കണ്ടുകിട്ടില്ല. ഹസ്തിനാപുരിയിലെ ഒന്നാമനായ പോരാളി നീയാണെന്ന് ഇന്ന് തെളിയും. കയ്യടി, അനർഗളമായ കയ്യടി, പേമാരിയെ നാണിപ്പിക്കുന്ന കയ്യടി, വെല്ലുവിളികൾ, ബഹളം. അർജുനൻ അർജുനൻ, തിളച്ചു മറയുന്ന രക്തം. വില്ലാളി, കാർമേഘ പടലം, കറുത്ത തേജസ് പോയ കുണ്ടലം, സർവശ്രേഷ്ഠനായ യോദ്ധാവ്, നീലത്താമരമാല, ശോഭയാത്ര, രാജമാതാവ്. ഷോണ, എനിക്കെന്താണ് ഈ സംഭവിക്കുന്നത്? എന്നെ ഗംഗയിലേക്ക് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ കരിഞ്ഞ് ചാമ്പലാകും. കർണകുണ്ടലത്തിൽ അസഹ്യമായ തീപിരിച്ച് കണ്ട് ഉറക്കെ അലറി. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കണവും തപ്തമായിരുന്നു. വിവശനായി ഞാൻ ചുട്ടുപൊള്ളുന്ന ശിരസ് ഷോണൻ്റെ ചുമലിൽ വെച്ചു. അത്യുഷ്ണമുള്ള ബാഷ്പധാരി ഒഴുകി തുടങ്ങി. ചൂട് ബാഷ്പം കൊണ്ട് ഷോണൻ്റെ ചുമൽ പൊള്ളി. വാക്കുകളുടെ അഗ്നിശകലങ്ങളാൽ എൻ്റെ മനസ്സ് ചുട്ടു. അകത്ത് ബഹളമേറുകയായിരുന്നു. വിവശതയുടെ ചൂട് ബാഷ്പം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകി തുടങ്ങി. നോക്കൂ, അർജുനൻ ഒരേ സമയം അസംഖ്യം ഉന്നങ്ങളിൽ എയ്തുകൊണ്ടേയിരിക്കുന്നു. ഉയരത്തിലെറിഞ്ഞ പഴങ്ങളെ മേലെ വെച്ച് തന്നെ കഷ്ണങ്ങളാക്കുന്നു. 2, 4, 8 ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി അവ താഴെ എത്തുന്നു. നോക്കൂ, അയാൾ കുടിലബാണം എയ്തിരിക്കുന്നു. അവ വളഞ്ഞു പുളഞ്ഞ് ഇടയ്ക്കുള്ള തടസ്സങ്ങളിൽ നിന്നും മാറി ലക്ഷ്യത്തിൽ ചെന്ന് തറച്ചിരിക്കുന്നു. ആകാശത്തിൽ അന്നേരം ശരങ്ങൾ വിട്ട് മഴയുടെ ദൃശ്യം കാണിക്കുന്നു. അതിനിടെ കുടിലബാണങ്ങൾ വിട്ട് വളഞ്ഞു പുളഞ്ഞു പോകുന്ന മിന്നൽ പിണർ കാണിക്കുന്നു. നമ്മുടെ കണ്ണുകൾക്ക് സംതൃപ്തിയായി. അർജുനെ പോലെയുള്ള വില്ലാളിയെ ഹസ്തിനാപുരിയിലെന്നല്ല ആര്യാവർത്തത്തിൽ എങ്ങും കാണുവാൻ കഴിയില്ല. അയാൾ അവസാനത്തെ ഇനം കാണിക്കുകയാണ്. ശബ്ദം കേട്ട സ്ഥലം ഉന്നം വെച്ച് അമ്പി. തുണി കണ്ട് കണ്ണുകൾ കെട്ടിയിരിക്കുന്നു. ഒരു സൂചിബാണം എടുത്ത് ചുണ്ടിലെടുപ്പിച്ച് കണ്ണടച്ച് ഗുരുവിനെ സ്മരിക്കുന്നു. അയാളുടെ ദ്രോണഗുരുവിനെ പോലെ ഒരു ഗുരുവിനെ ത്രിഭുവനത്തിൽ കിട്ടില്ല. അർജുനൻ ധന്യനാണ്, പാണ്ഡുപുത്രൻ ധന്യനാണ്. ആരും കാണും മുമ്പ് പുറംതിരിഞ്ഞു നിന്നായ കുരയ്ക്കുന്ന നായയുടെ ശബ്ദം മാത്രം കേട്ട് അതിൻ്റെ വായിൽ എയ്തു കൊള്ളിച്ചു. നായയുടെ വായ അവൻ അടച്ചു കളഞ്ഞു. സർവശ്രേഷ്ഠനായ വില്ലാളി ധന്യനായിരിക്കട്ടെ. ഇത് കണ്ടോ, ഗുരുദ്രോണർ നായയുടെ വായിൽ നിന്നും അമ്പെടുത്ത് എല്ലാവർക്കും കാണിക്കുന്നു. ആരോ അംഗീകാരത്തിൻ്റെ നീലത്താമരമാല അയാളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. നീലത്താമരമാല. അപരാജിത വില്ലാളി, മേഘാവൃതമായ ആകാശം. ഒരു നിമിഷം, കീർത്തിയുടെയും അംഗീകാരത്തിൻ്റെയും ഒരു നിമിഷം. എന്തു ചെയ്യും? എൻ്റെ മനസ്സ് അഗ്നിദാഹത്തിനിടയിൽപ്പെട്ട പക്ഷിയെപ്പോലെ പിടഞ്ഞു. ശരീരമാകുന്ന കുടം ചുട്ടുപഴുത്ത് പൊട്ടിപ്പോകുമോ? എൻ്റെ നയന വിഗ്രഹങ്ങൾ മേഘപടലങ്ങളിൽ കൈകൊള്ളൂരമ്മി. അതിൻ്റെ ശബ്ദം പുറത്തു വന്നു. ഒരു നിമിഷം, കർണൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു നിമിഷമാണിത്. കേവലം ഒരു നിമിഷം. എത്ര വേഗത്തിലാണ് ഈ മേഘങ്ങൾ നീങ്ങുന്നത്! ആകാശസാഗരം ഇവയെ മതിക്കാൻ പോവുകയാണ്. ഷോണൻ്റെ ചുമൽ കുലുക്കി ഞാൻ ആനന്ദത്തോട് അട്ടഹസിച്ചു. ഷോണ, നോക്ക്, ആകാശാധിപതിയായ എൻ്റെ ഗുരുനാഥൻ എൻ്റെ മാനം കാക്കാനായി കാർമേഘത്തെ ചെന്നായെപ്പോലെ ഓടിക്കുകയാണ്. അവനും പ്രസന്നചിത്തനായി എന്നെ കെട്ടിമുറുക്കി ആലിംഗനം ചെയ്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ചേട്ടാ പോ, അകത്തു പോയിക്കോ, നിന്റെ കുണ്ടലം വീണ്ടും തിളങ്ങി തുടങ്ങിയിരിക്കുന്നു. പതിവ് പോലെ അത് നീലപ്രകാശമല്ല, ഈ സമയത്ത് ചുവപ്പാണ്. ഷോണ, നീ എന്താണീ പറയുന്നത്? എൻ്റെ കുണ്ടലങ്ങൾ വീണ്ടും തിളങ്ങിയെന്നോ? അതേ ചേട്ടാ, അത് നോക്ക്. ചേട്ടൻ്റെ ഗുരുദേവൻ ആകാശമാകുന്ന നീലമേലാപ്പിനെ തുളച്ചുകൊണ്ട് നിൽക്കുന്നു. ആവേശത്തോടെ അവൻ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു. ഞാൻ ആകാശത്തേക്ക് നോക്കി. അസംഖ്യം തേജോ കണങ്ങൾ ചിരിച്ചു നിൽക്കുന്നു. തൻ്റെ രഥത്തിലെ സഹസ്രം കുതിരകളെ കടിഞ്ഞാണിട്ട് നിർത്തി ഗുരുദേവൻ എന്നെ ആശീർവദിക്കുകയായിരുന്നു. അപ്പോൾ പ്രഭാതത്തിൽ കൂട്ടിലകപ്പെട്ട പൂവൻ കോഴിയെപ്പോലെ കാണപ്പെട്ട ഹസ്തിനാപുരി ഇപ്പോൾ കൂവുന്ന പൂവൻ കോഴിയെപ്പോലെ ചേതസുറ്റതായി തോന്നി. വൃക്ഷത്തിലെ ഇലകൾ ഇളകി. അങ്ങകലെ ഗംഗാനദി പ്രകാശിച്ചു. പക്ഷികൾ ഹർഷാരവം മുഴക്കി തുടങ്ങി. അങ്ങകലെ ഒരു മേഘം നീങ്ങിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ നിഴൽ വൈഭവമാർന്ന കൗരവരുടെ കൊട്ടാരം രോഗിയെപ്പോലെ ചൈതന്യമറ്റതായി തീർന്നു. ഉള്ളിൽ കോലാഹലം കേട്ടു. ആകാശം പിളർക്കുന്ന ബഹളം. നോക്കൂ, സൂര്യൻ പോലും അർജുനന്റെ സ്വാഗതം ചെയ്യാനായി മേഘങ്ങളാകുന്ന മറുപടം നീക്കി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അർജുനൻ ധന്യനാണ്. നോക്കൂ, ഗുരുദ്രോണർ പടവുകൾ കയറി ആ കൽമണ്ഡപത്തിൽ എത്തിയിരിക്കുന്നു. സൂര്യനെ സാക്ഷി നിർത്തി അദ്ദേഹം ആ നീലത്താമരമാല അർജുനന്റെ കഴുത്തിൽ ചാർത്തി. യുവരാജാവായ അർജുനൻ വിജയിക്കട്ടെ.
ഉഗ്രൻ ജയാഘോഷങ്ങളാൽ അന്തരീക്ഷം പ്രകമ്പനം കൊണ്ടു. കൈത്തണ്ടയിൽ നിന്നും ഉത്തരയും എടുത്ത് ഞാൻ ഷോണനെ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ആരായിരുന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഷോണൻ്റെ ചേട്ടൻ, അശ്വത്ഥാമാവിൻ്റെ മിത്രം, അതോ തേരാളിയുടെ മകനോ? ഷേ, ഞാൻ ഇവരിൽ ആരുമല്ല. ഞാൻ ചുട്ടുപഴുത്ത ലോഹമായിരുന്നു. ഞാൻ പൊട്ടിത്തെറിക്കുന്ന മിന്നൽ പിണറായിരുന്നു. സഹസ്രാശ്വങ്ങളുടെ ശക്തി വഹിക്കുന്ന പ്രതിസൂര്യനായിരുന്നു ഞാൻ. അതെ, സൂര്യപുത്രൻ. അവശനായ ഭിക്ഷക്കാരനെ പോലെ പ്രവേശന കവാടത്തിൽ നിൽക്കാനല്ല ഞാൻ ജന്മമെടുത്തത്. എൻ്റെ മുമ്പിൽ വരുന്നവരെ ദഹിപ്പിക്കുവാൻ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കണികയിലും പന്തം ചുരുക്കുകയാണ്. അസ്തമിക്കാത്ത ഒരു മുഴക്കം എന്നോട് പറയുന്നു, പോകൂ, കർണൻ ഉടൻ തന്നെ അകത്ത് കിടക്കൂ. ഇത് ജീവൻ മരണ ഘട്ടമാണ്. പ്രവേശന കവാടത്തിൽ നിന്ന് ഞാൻ ഒരുവിധം ഉള്ളിൽ കിടന്നു. ഗുരുദ്രോണർ മാല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇരു കൈകളും ഉയർത്തി സർവ്വശക്തിയും ഉപയോഗിച്ച് ഞാൻ അലറി, നിർത്ത്. ഉന്നം വെച്ച് ഇരയുടെ നെഞ്ചിലേക്ക് അമ്പ് കടക്കം പോലെ ആ ശബ്ദം കളരിയുടെ ഹൃദയത്തിലേക്ക് കിടന്നു. ഇടിനാദത്തെ പോലും നാണിപ്പിക്കുന്നത്ര ഉച്ചത്തിലായിരുന്നു അത്. 1000 കണ്ണുകൾ പ്രവേശന കവാടത്തിലേക്ക് തിരഞ്ഞു. ഗുരുവിൻ്റെ വിറപൂണ്ട കൈകളിൽ നിന്നും മാല താഴെ വീണു. എങ്ങും ശാന്തത പരന്നു. എൻ്റെ ശക്തമായ വലഞ്ഞ ഉള്ളം കൈ ഇടത് ഭൂജത്തിലടഞ്ഞ് ഞാൻ ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം അന്തരീക്ഷത്തെ വിറപ്പിച്ചുകൊണ്ട് മുഴങ്ങി. എൻ്റെ തപ്തമായ അവയവങ്ങളിൽ നിന്നും ആളുന്ന അല്ലകൾ പുറത്തേക്ക് വന്നു. നഗരവാസികൾ എനിക്ക് വഴി ഒഴിച്ചു തന്നു. മാറി നിൽക്കാത്തവർക്ക് ചൂടേറ്റു. ക്ഷണനേരം കൊണ്ട് ഞാൻ കൽമണ്ഡപത്തിന് കീഴിലെത്തി. അവിടെ കൃപാചാര്യർ നിൽപ്പുണ്ടായിരുന്നു. വയസ്സും മാനിച്ചും ഉപചാരം കൊണ്ടും ഞാൻ അദ്ദേഹത്തെ താണു വണങ്ങി. 4 പടവുകൾ ഒന്നിച്ച് ചാടിക്കയറി നിമിഷനേരം കൊണ്ട് കൽമണ്ഡപത്തിൽ കയറി നിന്നു. തിളങ്ങുന്ന ദൃക്ഷിയോടെ ഗുരു എന്നെ നോക്കി. 6 വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ തനിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. മ്ലാനവതനായ അദ്ദേഹം സമീപിച്ചു നിന്നു. നെറ്റിയിലെ ചുളിവുകൾ ഉയർത്തി അദ്ദേഹം ആരാഞ്ഞു, നീ ആര്? ഒരു വേള ആകാശത്ത് നോക്കി നമസ്കരിച്ച് ശിരസ്സുയർത്തി ഞാൻ പറഞ്ഞു, കർണൻ. 2 കൈകൾ ഉയർത്തി നഗരവാസികളെ ലക്ഷ്യം വെച്ച് ചുറ്റും തിരിഞ്ഞ് ഉച്ചത്തിൽ ഞാൻ പറഞ്ഞു, പുരുഷാർത്ഥത്തെ മാനിക്കുന്ന ന്യായാപ്തരായ ഹസ്തിനാപുരി നിവാസികൾ, യുവരാജാവായ അർജുനൻ, എല്ലാ ആയോധന മുറകളിലും ഈ കർണൻ ഇവിടെ കാണിക്കുവാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ അനുവദിക്കുമോ? കളരിയിലെ നഗരവാസികളെല്ലാം ഒന്നിച്ചെഴുന്നേറ്റ് നിന്നു. എല്ലാവരും കൈകൾ ഉയർത്തി ഉത്തരയും വീശി വിളിച്ചു പറഞ്ഞു, അയാൾക്ക് അവസരം കൊടുക്കൂ, അവസരം കൊടുക്കൂ. യുവരാജാവായ അർജുനൻ വിവാദമില്ലാത്ത അപരാജിതനെന്ന് സ്ഥാപിക്കൂ. ബഹളം കേട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് എഴുന്നേറ്റു. അടുത്തിരുന്ന ഭീഷ്മ പിതാമഹനോട് എന്തോ ചോദിച്ചു. കയ്യിലെ യോഗാദണ്ഡ് ഉയർത്തിയപ്പോൾ കളരിയാകെ ശാന്തമായി. ഘനസ്തംഭീകരത്തിൻ്റെ സ്വരത്തോടെ മഹാരാജാവ് പറഞ്ഞു, ഈ കളരി പുരുഷാർത്ഥത്തിൻ്റെ മാറ്റുകല്ലാണ്. ഈ ഹസ്തിനാപുരിയിലെ ഏതു വീരനും പുരുഷാർത്ഥ പ്രകടമാണ്. ഗുരുദേവ, ആ സാഹസികനായ യുവാവിന് അവസരം കൊടുക്കും. എങ്ങു നിന്നുമുള്ള കൈയുടെയും ഘോഷവും ആ പ്രസംഗത്തെ സ്വാഗതം ചെയ്തു. തിളച്ചു പോകുന്ന പാലുപോലെ കളരിയാകെ ആനന്ദത്തിൽ ആറാടി. എഴുന്നേറ്റ് നിന്ന പ്രേക്ഷകർ ഉടൻ താളം പിടിച്ച് താഴെയിരുന്നു. ഗുരുദ്രോണരും കൃപാചാര്യരും അർജുനനും മണ്ഡപത്തിൽ നിന്ന് മാറുന്നു. രാജകുലത്തിലെ ആളുകളെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടി നോക്കി. വിതുരർ, ധൃതരാഷ്ട്ര മഹാരാജാവ്, മഹാമയനായ ഭീഷ്മർ, ശകുനി അമ്മാവൻ, അമാത്യനായ വൃഷവർമാവ്, പിന്നെ ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ കാൽക്കലായി രാജാക്കന്മാരെല്ലാവരും ഇരിക്കുന്നു. ദുര്യോധനൻ, ദുശാസനൻ, ദുർമുഖൻ, ദുഷ്കരൻ, വികർണൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, പിന്നെ യുധിഷ്ഠിരൻ. യുവരാജാക്കന്മാർക്കിടയിൽ അശ്വത്ഥാമാവും ഇരിപ്പുണ്ടായിരുന്നു. അവരിൽ 4 പേരുടെ മുഖത്ത് പ്രസന്നതയുണ്ടായിരുന്നു. മഹാരാജാവായ ധൃതരാഷ്ട്രർ, യുവരാജാവായ ദുര്യോധനൻ, ദുശാസനൻ, പിന്നെ എൻ്റെ സുഹൃത്തായ അശ്വത്ഥാമാവ്. അവൻ്റെ സ്നേഹം ഞാൻ മൗനരൂപേണ സ്വീകരിച്ചു. ഇത്തരം നിർണായ സന്ധിയിലും ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കുടികൊണ്ടു. ഈ ഗുരുദ്രോണൻ്റെ മകനാണ് അശ്വത്ഥാമാവ്. എന്നാൽ ഇവർക്ക് എന്തന്തരമാണ്? ഒന്ന് കളകാരവം പൊഴിക്കുന്ന നിർമ്മജലത്തിൻ്റെ ഒരുവി, മറ്റൊന്ന് ഘനഗംഭീരമായ ആഴവും പരപ്പുമുള്ള മഹാസാഗരം. ഒഴുകി വരുന്ന വെള്ളം തന്നിലെത്തിക്കുവാൻ അതിഷ്ടപ്പെടുന്നുമില്ല. ഞാൻ റാണിമാരുടെ മണ്ഡപത്തിലേക്ക് നോക്കി. അവിടെ ഒന്നും കാണുവാനുണ്ടായിരുന്നില്ല. ഒരു പർദ്ദയിട്ടിരുന്ന ഒരു വെള്ളത്തിളങ്ങുന്ന മട്ടുപർദ്ദ. മണ്ഡപത്തിൽ മുട്ടുകുത്തി ഞാൻ ഭീഷ്മ പിതാമഹനെയും ധൃതരാഷ്ട്ര മഹാരാജാവിനെയും വണങ്ങി. തിളങ്ങുന്ന പർദ്ദയെ വണങ്ങി. ഇപ്പോൾ ഓരോരുത്തരുടെയും ശ്വാസശനം പോലും കേൾക്കാവുന്ന വിധം ശാന്തത പരന്നിരുന്നു. ഏതു നിമിഷത്തിനു വേണ്ടിയാണോ 6 വർഷമായി കർണൻ വെമ്പൽ പൂണ്ടിരുന്നത്, ഏതു നിമിഷത്തിനു വേണ്ടിയാണോ രാപ്പകൽ നോക്കാതെ അധ്വാനിച്ചു നിന്നത്, ഏത് പ്രതീക്ഷയിലാണോ തൻ്റെ എല്ലാ ബന്ധനങ്ങളും പൊട്ടിയെറിഞ്ഞ് ആ നിമിഷം ഇതാ സമാഗതമായിരിക്കുന്നു. തിരസ്കാരത്തിൻ്റെ തീച്ചൂളയിൽ 6 വർഷം വെന്തു പുറത്തു വരുന്ന നിമിഷം. അവഗണനയുടെ ഖണ്ഡാഗ്നിയിൽ 6 വർഷമായി ചുഴുന്ന അതിശേഷം പുറത്തു വരുന്ന ആ ഒരു നിമിഷം. പക്ഷഭേദങ്ങളുടെ സംഘർഷത്തിൽ ചവിട്ടി മെതിക്കപ്പെട്ട നിമിഷം. ഇന്നൊന്നുകിൽ ആ നീലത്താമരമാല കഴുത്തിൽ ചേർത്തി വീരജേതാവിനെ പോലെ ഞാൻ മടങ്ങും. അല്ലെങ്കിൽ പരാജിതനായ കർണൻ്റെ ശവത്തിലൂടെ നടന്ന് നഗരവാസികൾ തിരിച്ചു പോകും. മറ്റൊന്നുണ്ടാവില്ല. ഈ മത്സരം ഇവിടെ അവസാനിക്കും.
പൂർണ്ണ വിജയമല്ലെങ്കിൽ മരണം. 6 വർഷത്തെ ജ്ഞാനസാധനയിൽ ഗുരു എന്നെ പഠിപ്പിച്ചതാണ് വിജയം അല്ലെങ്കിൽ മരണം. അനുഗ്രഹത്തിനായി കണ്ണിമയ്ക്കാതെ ഞാൻ ആകാശത്തേക്ക് നോക്കിയിരുന്നു. അതിതേജസാർന്ന പ്രകാശകിരണം എൻ്റെ ശിരസാകലം വ്യാപിച്ചു. ഇപ്പോൾ കർണൻ കർണനല്ല, ലോഹത്തിൻ്റെ ചൂട് ദ്രാവകമല്ല, വിദ്യയിൽ പ്രവാഹമല്ല, ഷോണൻ്റെ ചേട്ടനല്ല, അശ്വത്ഥാമാവിൻ്റെ മിത്രമല്ല, ആരുടെയും പുത്രനല്ല, മത്സരത്തിൽ പങ്കുകൊള്ളുന്ന ഹസ്തിനാപുരിയിലെ വീരനല്ല, ഗുരു ദ്രോണനെയോ അർജുനനെയോ തൻ്റെ പരാക്രമം കാണിക്കുവാനുള്ള അവസരം അന്വേഷിച്ച് തൃപ്തനാവാത്ത ശിക്ഷനുമല്ല. താൻ എവിടെയാണെന്ന് പോലും അവനറിയില്ല. കാരണം അവൻ സൂര്യദേവൻ്റെ ഒരു പ്രകാശകിരണമായിരുന്നു. തീവ്രതയായിരുന്ന ഒരു ചുട്ട കിരണം, ഭൂമിയെ തുളയ്ക്കുന്ന കിരണം. അവൻ്റെ മുമ്പിലെ ആയിരക്കണക്കിന് ആളുകളെ ഇപ്പോൾ അവൻ കാണുന്നില്ല. അവൻ്റെ കാതുകളിൽ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. തൻ്റെ ശരീരത്തിൻ്റെ അത്യക്ഷണം അവൻ അറിഞ്ഞിരുന്നില്ല. കാരണം അവനൊരു സൂര്യകിരണമായിരുന്നു. നിസീമമായി അനന്തമായി പ്രകാശം ചൊരിയുന്ന കിരണം, സ്വതന്ത്രമായി അസ്തിത്വമില്ലാത്ത കിരണം, ത്രിഭുവനങ്ങളിൽ സ്വച്ഛന്തം വിഹരിക്കുന്ന കിരണം, ജനങ്ങളുടെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്ന കിരണം, അന്ധകാരത്തെ വെട്ടിപ്പൊളിക്കുന്ന കിരണം, കേവലം ഒരു പ്രകാശകിരണം. കൽമണ്ഡപത്തിൽ നിന്ന് ഞാൻ ചാടി താഴെ ഇറങ്ങി. എൻ്റെ ശരീരം അല്പം പോലും കുലുങ്ങിയില്ല. നിമിഷ നേരം കൊണ്ട് അശ്വരോഹണ കളത്തിലെത്തി. 7 വെളുത്ത കുതിരകളെ ഒരിടത്ത് കെട്ടിയിരുന്നു. അവിടേക്ക് നടുവിലെ ഒരു കുതിരയുടെ പുറത്ത് കയറി നിന്ന് ഞാൻ മറ്റു കുതിരകളെ ഓടിച്ചു തുടങ്ങി. എൻ്റെ നിർദ്ദേശം അറിഞ്ഞ 7 കുതിരകളും മുൻകാലുകൾ ഉയർത്തിപ്പിടിച്ച് ചിഹ്നമിടിക്കാൻ തുടങ്ങി. അവ തൻ്റെ കടിഞ്ഞാണിൽ നൃത്തം ചെയ്ത് 7 കളിപ്പാട്ടങ്ങളായിരുന്നു. ഓടുന്ന കുതിരപ്പുറത്ത് നിന്ന് ഞാൻ ആനപ്പുറത്തേക്ക് കയറി. അതിൻ്റെ 2 കൊമ്പുകളിലും ചുറ്റും നിന്നു. ആ ഭീകരജീവിയെ തോട്ടിയില്ലാതെ തന്നെ ഇച്ഛാനുസരണം നൃത്തം ചെയ്യിപ്പിച്ചു. പിന്നെ ചക്രക്കളരിലേറ്റി ഭയങ്കര ചക്രം കയ്യിലെടുത്ത് തിളക്കം പോലെ കൈവിരിച്ചു. ഇടയ്ക്കത് ഉയരത്തിൽ പൊക്കിയിട്ടു. താഴേക്ക് വരുന്ന ചക്രത്തെ കൈവിരലുകൾ ഒതുക്കി തിരിച്ചു. പിന്നെ കാൽ കീഴിലോട്ട് കാൽവിരലുകൾ കൊണ്ടും ഗോളം പോലെ തിരിച്ച് ദൂരെ എറിഞ്ഞു. അത് കഴിഞ്ഞ് വാൾപയറ്റിൻ്റെ കളരിയിലെത്തി. മുമ്പേ തന്നെ അവിടെ 2 യോദ്ധാക്കൾ ഈ 2 വാളുമായി നിൽപ്പുണ്ടായിരുന്നു. ഞാനൊരു വാൾ കയ്യിലാക്കി. അതുകൊണ്ട് ഗന്ധമായി ഉയർന്നു. എൻ്റെ ഒരൊറ്റ പ്രഹരത്തിൽ തന്നെ അവരുടെ വാൾ തെറിച്ച് ദൂരെ പോയി. കയ്യിൽ തോളിൽ നിന്നും വിട്ടുപോയതോടെ അവർ കൈ വിട്ടുറങ്ങി. കൈ തടവിക്കൊണ്ട് അവർ കളരിക്ക് പുറത്തുപോയി. അതിനുശേഷം ഞാൻ കുന്തക്കളരിയിലെത്തി. 5 വിവിധതരം കുന്തങ്ങൾ ഒറ്റ കയ്യിലെടുത്ത് ഓടി വന്ന 5 ലക്ഷങ്ങൾ ഉന്നം വെച്ചെറിഞ്ഞു. വീണ്ടും ഓടി വന്ന 5 കുന്തങ്ങൾ ആദ്യം എറിഞ്ഞ കുന്തങ്ങളുടെ മരപ്പിടിയുടെ അഗ്രഭാഗത്തെറിഞ്ഞു. കുന്തങ്ങളുടെ കൂമ്പാരം ദൃശ്യമായി. ഞാൻ രാജ്ഞിമാരുടെ മണ്ഡപത്തിന് മുമ്പിലെ ഗുസ്തിക്കളരിയിലെത്തി. 3 പോരാളികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്കവരെ വെറും മൺപുറ്റു പോലെയാണ് തോന്നിയത്. ഞാൻ ശരീരത്തിൽ പുതിച്ചിരുന്ന ചുവന്ന വസ്ത്രം ദൂരെ എറിഞ്ഞു. എൻ്റെ ചെറുനാരങ്ങ പോലത്തെ മഞ്ഞ നിറമാർന്ന ശരീരം കണ്ട് ഗുസ്തിപിടുക്കക്കാർ തന്നെ തോൽവി സമ്മതിച്ചു. ഒരാൾ എൻ്റെ ദ്വന്ദ്വയുദ്ധത്തിനായി വെല്ലുവിളിച്ചു. ദ്വന്ദ്വയുദ്ധം, വിജയമല്ലെങ്കിൽ മരണം. അവൻ പല്ല് കടിച്ചുകൊണ്ട് എൻ്റെ നേരെ ചാടി വീണു. പക്ഷെ നിമിഷ നേരങ്ങൾക്കകം ഞാൻ അടവുകൾ കൊണ്ട് അവൻ്റെ കഴുത്ത് ഞെരിച്ചു കളഞ്ഞു. കയ്യിലാട്ടിടിച്ച് അവൻ്റെ രാജാവിന് പ്രാണനു വേണ്ടി കെഞ്ചി. രാജ്ഞിമാരുടെ മണ്ഡപത്തിൻ്റെ പർദ്ദ ഇളകി. രാജാവ് യോഗാദണ്ഡ് ഉയർത്തി. അവന് ജീവൻ തിരിച്ചു കിട്ടി. അവസാനം വില്ലാളിയായി ഞാൻ മധ്യഭാഗത്തെ മണ്ഡപത്തിലേക്ക് പോകുവാനിറങ്ങി. മഞ്ഞ വസ്ത്രമാണ് ഞാൻ അണിഞ്ഞിരുന്നത്. ചുവലിൽ നീലവർണ്ണത്തിലുള്ള ഉത്തരീയമായിരുന്നു. മന്ദം വന്ന് മടിവെച്ച് ഞാൻ മണ്ഡപത്തിൻ്റെ പടവുകൾ കയറി. മുള്ളൻ പന്നിയുടെ ശരീരത്തിൽ നിന്നും അസംഖ്യം കൂർത്ത മുള്ളുകൾ തെറിക്കും പോലെ എൻ്റെ വില്ലിൽ നിന്നും അസംഖ്യം അമ്പുകൾ പാഞ്ഞു തുടങ്ങി. പുറ്റിൽ പാമ്പ് കിടക്കും പോലെ അത് ലക്ഷ്യത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ടേയിരുന്നു. അനേകം ശരങ്ങൾ വിട്ട് ആകാശത്തിൽ മഴ പെയ്യുന്ന ദൃശ്യം സൃഷ്ടിച്ചു. കറുത്ത ശരങ്ങൾക്കിടയിൽ സ്വർണ്ണ നിറമാർന്ന കുടിച്ച ശരീരങ്ങൾ വിട്ട് മിന്നലിൻ്റെ പ്രതീതി ജനിപ്പിച്ചു. ഉയരത്തിലെറിഞ്ഞ പഴങ്ങൾ നിരവധി കഷണങ്ങളായി മുറിഞ്ഞു. ഉയരുന്ന പഴങ്ങൾ താഴെ എത്തുന്നത് പൂർണ്ണമായിട്ടായിരിക്കും. ഇനി എനിക്ക് അവസാനത്തെ കൈ പ്രയോഗിക്കണം. ശബ്ദം കേട്ട് ലക്ഷ്യം ഭേദിക്കുക. ഇത് ഏറ്റവും പ്രധാനമായ ഉന്നമാണ്. അന്തരീക്ഷം ശാന്തമായിരുന്നു. എൻ്റെ കണ്ണുകൾ തുണി കൊണ്ട് കെട്ടി. ഒരു സൂചിബാണം കയ്യിലെടുത്ത് ഞാൻ ചുണ്ടോടടുപ്പിച്ചു. അപ്പോൾ ഗുരുവിനെ സ്മരിക്കുവാൻ പോലും എനിക്ക് ആഗ്രഹമുണ്ടായില്ല. കാരണം ഞാൻ ആരാണെന്ന് പോലും അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഒരു പ്രകാശകിരണമായി എനിക്ക് ആര് ഗുരു, എന്തനുഗ്രഹം. ആ നായയെ എൻ്റെ പിറകിലായി കെട്ടി. കുരയ്ക്കുവാൻ വേണ്ടി ഒരു ഭൃത്യൻ നായയെ കുന്തം കൊണ്ട് കുത്തി വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവയിലൊന്നും എനിക്ക് ശ്രദ്ധിക്കേണ്ടതേയില്ലായിരുന്നു. ശബ്ദം കേട്ട ദിക്കിൽ ലക്ഷ്യമേയുക. വായിൽ നിന്ന് പുറപ്പെട്ട് ചെവികളിൽ തട്ടിപ്പോകുന്ന ശബ്ദതരംഗങ്ങളിൽ ശ്രദ്ധിക്കുക. എൻ്റെ ഓരോ രോമകൂപത്തിലും ചെവി മുളച്ചു. ദത്രസിദ്ധനായിക്കുള്ള നിർദ്ദേശം എനിക്ക് കിട്ടി. എൻ്റെ ശ്രവ്യ ചക്ഷുസ്സുകൾ ശബ്ദത്തിൻ്റെ ലക്ഷ്യം അന്വേഷിച്ചു. ചെവികളിൽ സ്പന്ദിക്കുന്ന ആദ്യത്തെ തരംഗത്തെ എയ്തുകൊള്ളേക്കൊണ്ടേയിരുന്നു. എങ്കും ശ്മശാനമൂകത. ശ്വാസസംഗതി പോലും തടയപ്പെട്ടതുപോലെ ശാന്തമൂകമായ അന്തരീക്ഷത്തിൽ മറ്റുള്ളവരുടെ ഹൃദയസ്പന്ദനം പോലും കേൾക്കാമായിരുന്നു. ഒരു മനോജ്ഞമായ ശബ്ദം എൻ്റെ ചെവികളിൽ വന്നടിച്ചു. ശരം വസ്ത്രത്തിൽ നിന്നും വിട്ടേയുള്ളൂ. നായയുടെ കുര കേട്ടു. എല്ലാ നിമിഷത്തിനുള്ളിൽ സംഭവിച്ചു. ശരം വില്ലിൽ നിന്ന് വിട്ടുപോയി. ഞാൻ അധീരനായി. കണ്ണിൻ്റെ കെട്ടഴിച്ച് നായയെ നോക്കി. നായ അപ്പോഴും കുഴച്ചുകൊണ്ടേയിരുന്നു.
അസ്ത്രം നായയുടെ വായിൽ കൊണ്ടിരുന്നില്ല. എൻ്റെ ഉന്നം തെറ്റിപ്പോയിരുന്നു. ജീവിതം വഴിയാധാരമായി. ശരീരത്തിൽ നിന്നും ആ തേജോകിരണം എങ്ങുപോയി? എനിക്ക് ക്ഷീണം പോലെ തോന്നി. മ്ലാനത വർദ്ധിച്ചു. എങ്ങും ആഹ്ലാദമീർപ്പായിരുന്നു. യുവരാജാവായ അർജുനൻ വിജയിക്കട്ടെ, ഗുരുവര്യനായ ദ്രോണർ വിജയിക്കട്ടെ. ലക്ഷം ചുണ്ടുകളിൽ നിന്ന് ബഹിർമിക്കുന്ന ഹൃദയോപതമായ അട്ടഹാസങ്ങൾ. ഇതെങ്ങനെ സംഭവിച്ചു? ശബ്ദത്തിൻ്റെ ലക്ഷ്യം തെറ്റുന്നതെങ്ങനെ? എനിക്കാകെ വലിയ ക്ഷീണം തോന്നി. ആ മനോഹരമായ ശബ്ദം എങ്ങനെ വന്നു? നായ തൻ്റെ ശബ്ദം മാറ്റിക്കളഞ്ഞു. എൻ്റെ സ്വരം എങ്ങോട്ട് പോയി? എൻ്റെ മേഘവൃതമായ മനോഭാവത്തിൽ ചോദ്യപ്പിണറുകൾ പ്രകാശിച്ചു. കാലിനടിയിൽ നിന്നും നിലം തെന്നി മാറുന്നത് പോലെ തോന്നി. ഞാൻ എവിടെയായിരുന്നു? ഭൂമിയിൽ? സ്വർഗത്തിൽ? അതോ നരകത്തിൽ? യുവരാജാവായ അർജുനൻ ജയഘോഷം മുഴക്കുന്ന ഇവർ നരകത്തിലെ ഭൂതങ്ങളാണ്. കളരിയാകി എനിക്ക് ചുറ്റും വട്ടം കറങ്ങുന്നു. തൽക്ഷണം നിലത്തിരുന്ന് ഞാൻ കാൽമുട്ടുകൾക്കിടയിൽ തല താഴ്ത്തി വെച്ചു. നീലത്താമരമാല എൻ്റെ കാലുകൾക്കിടയിൽ വീണ് കിടക്കുകയായിരുന്നു. അത് 1000 കഷ്ണങ്ങളാക്കി വലിച്ചെറിയാനായി ഞാനത് കയ്യിലെടുത്തു. അപ്പോഴേക്കും ഗുരു ദ്രോണരും അർജുനനും മണ്ഡപത്തിലെത്തി. ഞാൻ അങ്ങനെ തന്നെ എഴുന്നേറ്റു. എൻ്റെ കയ്യിൽ നിന്നും മാല ഗുരുദ്രോണർ വാങ്ങി. അർജുനെ അഭിനന്ദിക്കാനായി ഭീമൻ, യുധിഷ്ഠിരൻ തുടങ്ങിയവർ ബഹളമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് മണ്ഡപത്തിനടുത്തേക്ക് വന്നു. കർണൻ യോദ്ധാക്കളുടെ രാജ്യത്തെ പിച്ചക്കാരനായി മാറി. കർണൻ പുരുഷാർത്ഥത്തിൻ്റെ ലോകത്തിൽ കീടമായി മാറിയിരിക്കുന്നു. കാരണം ശബ്ദം കേട്ട് ലക്ഷ്യം ഭേദിക്കുന്നത് അവൻ അസാധ്യമാണ്. ഭൂമിയെ കിടിലം കൊള്ളിക്കുന്ന ഉന്നം തെറ്റാത്ത ശരം അവൻ്റെ വശമില്ല. ഈ ബാണമുള്ളവനാണ് ലോകത്തിൽ കേമൻ. ലോകം പുരുഷാർത്ഥത്തെ പൂജിക്കുന്നു, അതിൻ്റെ പാദം കഴിയുന്നു. ലോകത്തിൽ മാന്യത നേടണമെങ്കിൽ ശബ്ദലക്ഷ്യഭേദനം പഠിക്കുക തന്നെ വേണം. ആ വിദ്യ എവിടെ ലഭിക്കുമോ അവിടെ പോയി പഠിക്കുക തന്നെ വേണം. അപ്പോൾ മാത്രമേ ലോകം അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടു, അവഗണിക്കപ്പെടും. മണ്ഡപത്തിൽ നിന്നും മുഖം കുത്തി വീണാൽ പോലും എൻ്റെ നെറ്റി പൊട്ടില്ല. എന്തു ചെയ്യും? മണ്ഡപത്തിൽ നിന്ന് തലകുത്തനെ ചാടി എൻ്റെ കഥ കഴിച്ചെങ്കിൽ ഞാൻ ഇന്ന് പലവരും ആശിച്ചു. പക്ഷേ സത്യം അതിക്രൂരനാണ്. മനുഷ്യനെ ശാന്തനായി മരിക്കുവാൻ പോലും അത് അനുവദിക്കില്ല. കാരണം എൻ്റെ ശരീരം അഭേദമാണ്. ഈ ഉന്മാദികളാവുന്ന നാട്ടിൽ കർണൻ ആരവലംബം നൽകും? അനുജന്മാരായ ഷോണൻ ഒഴിച്ച്. എൻ്റെ കണ്ണുകൾ ഷോണനെ തിരിഞ്ഞു നടന്നു. പ്രധാന കവളത്തിൽ അവൻ ഉത്തരയും കൊണ്ട് കണ്ണു തുടക്കുകയായിരുന്നു. അവൻ ചേട്ടൻ്റെ മർമ്മഭേദകമായ പരാജയം അവൻ്റെ എളുപ്പാവുന്ന മനസ്സിലെ നടുക്കിയിരുന്നു. അവൻ പറഞ്ഞു, മനസ്സിലാക്കണം. അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ മണ്ഡപത്തിൻ്റെ പടവുകൾ ഇറങ്ങി. ഗുരു ദ്രോണർ നീലത്താമരമാല അർജുനനെ അണിയിക്കാനായി ഉയർത്തി. എങ്ങും അതിരില്ലാത്ത ബഹളം. യുവരാജാവായ അർജുനൻ വിജയിക്കട്ടെ, ഗുരുവര്യനായ ദ്രോണർ വിജയിക്കട്ടെ. ഇതിനിടയിൽ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ കയ്യിലെ യോഗാദണ്ഡ് വാങ്ങി ഉയർത്തിപ്പിടിച്ച് ഭീഷ്മ പിതാമഹൻ വിറയാർന്ന വാക്കുകളോടെ അലറി, നിർത്തൂ. പക്ഷെ ആ കോലാഹല സമുദ്രത്തിൽ ആ ശബ്ദം ആർക്കും കേൾക്കാനെത്തില്ല. ഗുരുദ്രോണർ ആ മാല അർജുനന്റെ കഴുത്തിൽ അണിയിച്ചു. പ്രചണ്ഡമായ ഹസ്തദാനവും നടക്കി. ഓരോരുത്തരായി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. ഞാൻ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എന്നറിയാത്ത വിധം ഭ്രാന്തമായിരുന്നു എൻ്റെ അവസ്ഥ. ഭീഷ്മ പിതാമഹൻ നിന്ന് വിറയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലെ കുരുവംശത്തിൻ്റെ യോഗാദണ്ഡ് തിളങ്ങി. ആ യോഗാദണ്ഡ് ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം നഗരവാസികളോട് നിൽക്കുവാൻ സൂചിപ്പിച്ചു. അർജുനൻ ഇത് കണ്ടു. അയാൾ എല്ലാവരോടും നിൽക്കാൻ ആംഗ്യം കാട്ടി. കളരിയാകെ ശാന്തമായി. ഭീഷ്മ പിതാമഹന്റെ വിറയാർന്നതും എന്നാൽ തീക്ഷ്ണവുമായ സ്വരം ശാന്തഹൃദയങ്ങളെ തകർത്തു. ഗുരുദ്രോണരെ, ഹസ്തിനാപുരി വാസികളെ, ഈ കൗരവ ജ്യേഷ്ഠൻ ഗംഗാപുത്രനായ ഭീഷ്മർ പ്രഖ്യാപിക്കുന്നു, അർജുനൻ ഇന്നത്തെ 1ാം കിട വില്ലാളിയല്ല. എല്ലാവരുടെയും ഹൃദയം തടുക്കിക്കൊണ്ട് കൗതൂഹലത്തിൻ്റെ മറുപടം കളരിയാകെ മൂടി. നഗരവാസികൾ മന്ത്രിച്ചു തുടങ്ങി. ആരും ഉച്ചത്തിലല്ലാതെ, പിതാമഹ, എങ്കിൽ പിന്നെ ആരാണ് 1ാം കിട വില്ലാളി? അങ്ങ് തന്നെ പറയും. കർണൻ. പിതാമഹന്റെ ഘനഗംഭീരമായ ശബ്ദം എല്ലാവരുടെ കാതുകളിലും ശരം പോലെ തെറിച്ചു. ഞാനും ഷോണനും പുറത്തേക്ക് കടക്കാനിരിക്കുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് മടങ്ങി. അതെങ്ങനെ? ഗുരുദ്രോണർ അദ്ദേഹത്തോട് ചോദിച്ചു. ഗുരുദ്രോണർ, അർജുനോടുള്ള സ്നേഹം താങ്കളെ അന്ധനാക്കിയിരിക്കുന്നു. അന്ധൻ മാത്രമല്ല, ബധിരൻ. അത് ആവശ്യത്തിൽ അധികമാകുമ്പോൾ ദുർഗുണനായും ഭവിക്കും. പറയൂ പിതാമഹ, എന്തുണ്ടായി? എങ്ങു നിന്നും ശബ്ദം കേട്ട് ലക്ഷ്യം ഭേദിക്കുവാൻ അറിയുന്നവൻ 4 പേരെ ഇവിടെയുള്ളൂ. 1 കർണൻ, 2 ദ്രോണർ, 3 അർജുനൻ, പിന്നെ 4ാമത് ഞാൻ. കൈ ഉയർത്തി പിതാമഹൻ പറഞ്ഞു. ഇപ്പോൾ കളരിയിൽ എല്ലാവരും പിതാമഹനെ മാത്രം നോക്കി. ഗുരുകുലത്തിലെ ആ മൂർച്ചയേറിയ ജിഹ്വ നിർമ്മലമായ സത്യം വെളിപ്പെടുത്തി. അദ്ദേഹത്തിന് വെളുത്തിയ താടി രോമങ്ങൾ ഇളകി. ഈ 4 പേരിൽ കർണൻ അർജുനനെ പോലെ തന്നെ മത്സരരംഗത്തായിരുന്നു. കർണൻ കണ്ണുകൾ കെട്ടിയതുകൊണ്ട് അയാൾക്ക് താൻ വിട്ട ശരം കാണുവാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നു, നായ കുറിക്കും മുമ്പ് മധുരമായൊരു ശബ്ദം കേട്ടിരുന്നു. കർണൻ ഉന്നം പിഴയ്ക്കാതെ അമ്പെയ്തു. അതുകൊണ്ട് കുരുകുല ഭൂഷണമായ മാല കർണന്റെ കഴുത്തിൽ അണിയിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ശബ്ദം പിതാമഹ? എന്ത് ശബ്ദം? ചുറ്റും നിന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ആ സംഭവം ഓർമ്മ വന്നു. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ ഗംഗാ നദീക്കരയിൽ വെച്ച് കണ്ടുമുട്ടിയ രംഗം അയാൾ പറഞ്ഞു. ഞാൻ എത്തും മുമ്പ് ഗംഗയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണെന്ന്.
എൻ്റെ മനം നിറഞ്ഞു. അതെൻ്റെ ഉള്ളിൽ മന്ത്രിച്ചു. പിതാമഹ, ഈ ഹസ്തിനാപുരിയിൽ അഹങ്കാരമഹിതനും സത്യനിഷ്ഠനുമായ ഞാൻ കാണുന്ന ആദ്യത്തെ വ്യക്തി അങ്ങാണ്. അങ്ങയുടെ സത്യനിഷ്ഠ ധന്യമാണ്. ശബ്ദമുയർത്തി അദ്ദേഹം പറഞ്ഞു. നായയുടെ കുരയ്ക്കുന്ന മുമ്പ് തന്നെ നിർമ്മാതള മരത്തിൽ ഒരു കൂരിയേറ്റ കിളി കുഞ്ഞുകിളികളുടെ കൊക്കിൽ ആഹാരമിട്ട് കിക്കിളി ശബ്ദമുണ്ടാക്കി. കർണൻ ആ ശബ്ദം കേട്ട ഉടൻ തന്നെ ലക്ഷ്യം തെറ്റാതെ അമ്പ് ചെയ്തു. വായിൽ സൂചിബാണങ്ങളുമായ ആ പക്ഷി മരത്തിലിരിക്കുന്നു. എനിക്കിത് ഇവിടെ നിന്ന് നന്നായി കാണാം. ഈ ലക്ഷ്യഭേദനം അർജുനേന്ദ്രനേക്കാൾ മികച്ചതാണ്. കർണനാണ് ഇന്നത്തെ ഒന്നാം കിട വില്ലാളി. ഒരു നിർമ്മതലമായ മരത്തിലേക്ക് അദ്ദേഹം ചൂണ്ടി. വിരലിൻ്റെ ദിശയിലേക്ക് 1000 കണ്ണുകൾ പൊങ്ങി. ഉത്കണ്ഠയോടെ ഒരു വേടൻ ആ മരത്തിനടുത്തേക്ക് ഓടി. കോലാഹലം കേട്ട് പേടിച്ചിരണ്ട ഒരു കിളിയെ അയാൾ സമർത്ഥമായി പിടിച്ചുകൊണ്ടുവന്നു. അവൻ പക്ഷേ പിതാമഹന്റെ കയ്യിൽ കൊടുത്തു. അതിൻ്റെ കൊക്കിൽ തറച്ച തൻ്റെ സൂചിബാണം അദ്ദേഹത്തെ പുറത്തെടുത്തു. വീണ്ടും അതിൻ്റെ മധുരമായ ശബ്ദം കേട്ടു തുടങ്ങി. അത് കേട്ടപ്പോൾ സംഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിലെത്തി. അദ്ദേഹം പക്ഷിയെ പറഞ്ഞു വിട്ടു. കിക്കിളി ശബ്ദമുണ്ടാക്കി ചിറകടിച്ച് അത് കാട്ടിലേക്ക് പറന്നുപോയി. എന്നും കൈയിടയുടെ മുഴക്കമായി. പ്രധാന കവാടത്തിൽ ഷോണ എന്നെ ആലിംഗനത്തിൽ മുറുക്കി. ചുറ്റും ജയഘോഷണം. വീരനായ കർണൻ വിജയിക്കട്ടെ, ഭീഷ്മ പിതാമഹൻ വിജയിക്കട്ടെ. ഗംഗാനദിയിലെ വെള്ളം പോലെ അന്തരീക്ഷത്തിലെ ഓരോ കണവും ചലനം കൊണ്ടു. അശോക വൃക്ഷത്തിൽ എവിടെയോ ഒരു കുയിൽ സ്നാദമുണ്ടായിരുന്നു. അത്ഭുതകരാമണ്ണം പരസ്പര വിരുദ്ധങ്ങളായ പലതരം ഭാവനകൾ എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടു. എൻ്റെ മനസ്സൊരു വേള ഭീഷ്മ പിതാമഹന്റെ നേരെ ആദരവ് പ്രകടിപ്പിച്ചു. അടുത്ത ക്ഷണം അർജുനനെ ഹാരമണിയിക്കുന്ന ഗുരു ദ്രോണനെ തിരസ്കരിക്കുകയും വിധം ചൊലിച്ചു. ഒരു വേള എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന സഹോദരന്റെ വിശുദ്ധ സ്നേഹത്തിൽ മനസ്സ് മുഴുകി. അടുത്ത ക്ഷണം മാല അണിഞ്ഞിരിക്കുന്ന അർജുനന്റെ നോട്ടുള്ള വിരോധം മൂലം വിറയാറുന്നു. മനസ്സ് നിറം മങ്ങുന്ന ഒന്നാണ്, ദൈവത്തിനറിയും. ഇത്തരം ഭാവനകൾക്കിടയിൽ ഒരു ഭാവം ശ്രേഷ്ഠ രൂപമാറും, ക്രോധം. ക്രോധം അഗ്നി പോലെയാണ്. ആ ബന്ധനാഗ്നിയിൽ മറ്റുള്ള കോമള ചിന്തകളെല്ലാം ഇരിഞ്ഞു ചാമ്പലാവും. എൻ്റെ ചുണ്ടുകൾ വിറച്ചു. കർണകുണ്ടലം ചുവന്നു. ഞാനാണ് ഒന്നാം കിട വില്ലാളിയെങ്കിൽ പിന്നെ ആ മാല എങ്ങനെ അർജുനന്റെ കഴുത്തിൽ കിടക്കും? ഭീഷ്മ പിതാമഹനെ പോലെ സത്യനിഷ്ഠനും നിഷ്പക്ഷപാതികളുമായുള്ള തീരുമാനത്തിന് ഇവിടെ എന്തു വില? എൻ്റെ ചെവികളിൽ ആ ശബ്ദം പതിഞ്ഞു. ഇന്ന് നമ്മൾ ധന്യരാണ്. ആര്യാവർത്തത്തിൽ ആകമാനം കർണനെ പോലുള്ള വില്ലാളികളെ കാണുവാനൊക്കില്ല. പക്ഷേ പാവത്തിന് അർഹമായ ബഹുമതി ലഭിച്ചില്ല. എത്ര കാവിട്ട് നിറഞ്ഞാണ് സമൂഹം. ഒരിക്കൽ ഒരാളെ തറയിലേറ്റുന്നു, മറ്റൊരിക്കൽ മറ്റൊരാൾ. ഇന്ന് നമ്മുടെ കണ്ണുകളിൽ സഫലങ്ങളായി. ഇത്തരം ലക്ഷ്യഭേദനം നമ്മൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടോ? അതൊന്നും തന്നെയില്ല. പക്ഷെ ആ മാല കർണനെ അണിയിക്കേണ്ടതാണ്. അവരുടെ പൊള്ളയായ സഹാനുഭൂതി എൻ്റെ ക്രോധാഗ്നിയിൽ എണ്ണയൊഴിക്കാൻ പോകുന്നതായിരുന്നു. എൻ്റെ ഞരമുകളിൽ രക്തം ശക്തിയായി ഒഴുകി. അതെന്നോട് ഗർജിച്ചു. ലോകരുടെ സഹാനുഭൂതി നേടാനല്ല കർണ നിനക്ക് ജന്മം ലഭിച്ചത്. എഴുന്നേറ്റ് പൂർണ്ണ വിജയം സ്ഥാപിക്കും. ചുമലിലെ ഉത്തരിയെ ഞാൻ വീണ്ടും ഷോണന്റെ നേരെ എറിഞ്ഞു. നഗരവാസികളുടെ ഇടയിലൂടെ മണ്ഡപത്തിലേക്ക് നുഴഞ്ഞു കയറി. ഞാൻ മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജന്മം ഉന്മത്തരായി ഉത്തരമുയർത്തി പറപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ കളരി ഒരു ഉത്സവ പദമായിരുന്നു. ന്യായങ്ങളും സത്യാസത്യങ്ങളും എന്താണ് അവിടെ ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ കൈ ഉയർത്തി എല്ലാവരെയും ഇരിക്കാൻ സൂചന നൽകിയപ്പോൾ എല്ലാവരും സ്നേഹാധിയത്താൽ ഇരുന്നു. 1000 കാതുകൾ കുറിപ്പിച്ച് അവർ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. കൈ ഉയർത്തി ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു, എൻ്റെ കഴുത്തിൽ നീലത്താമരവേല വീണിട്ടില്ല. അതുകൊണ്ട് എൻ്റെ വിജയം കളങ്കപൂർണ്ണമാണ്. എന്നെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ കർണൻ ഹസ്തിനാപുരിയിലെ ഈ മണ്ഡപത്തിൽ കയറി നിന്ന് യുവരാജാവായ അർജുനനെ ദ്വന്ദ്വയുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു. ഒന്നാമൻ ആരാണെന്ന് ദ്വന്ദ്വയുദ്ധത്തിലൂടെ നിശ്ചയിക്കപ്പെടട്ടെ. എനിക്കാരുടെയും സൗജന്യം ആവശ്യമില്ലായിരുന്നു. ജനങ്ങളെല്ലാം വീണ്ടും എഴുന്നേറ്റിരുന്നു. അവർ പ്രഖ്യാപിച്ചു, അതാണ് ശരി, അതാണ് ശരി. ധൃതരാഷ്ട്ര മഹാരാജാവ് എന്ത് തീരുമാനിക്കുന്നു എന്നറിയാൻ എല്ലാ കാതുകളും അങ്ങോട്ട് തിരിഞ്ഞു. എങ്ങും ശാന്തത പരന്നു. ഇതിനിടെ കൃപാചാര്യൻ ഇഴുപ്പിൽ നിന്ന് എഴുന്നേറ്റു. വേഗത്തിൽ മണ്ഡപത്തിൽ കയറി. അവഗണനയുടെ പൂർവ്വം എന്നെ തുളയ്ക്കുന്ന ഒരു നോട്ടം നോക്കി. മഹാരാജാവിനെ അഭിനന്ദനം ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. മഹാരാജാവ്, കർണന് മാർഗനിർദ്ദേശം നൽകുന്ന ഗുരു കൃപാചാര്യനാണ് സംസാരിക്കുന്നത്. കർണൻ എൻ്റെ ശിഷ്യനാണ്. പക്ഷെ അവൻ്റെ കുലം എനിക്കറിയില്ല. അവനോട് ആരും ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല. അർജുന യുവരാജാവ് ക്ഷത്രിയ കുലവിജാതനാണ്. യുദ്ധനീതിയും ധർമ്മനീതിയും അനുസരിച്ച് സമകുലജാതനായവർ തമ്മിലെ ഈ ദ്വന്ദ്വയുദ്ധം പാടുള്ളൂ. ഈ ഹസ്തിനാപുര വാസികൾക്കെല്ലാമായി കർണൻ തൻ്റെ ശ്രേയസ്സുറ്റ കുലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കട്ടെ. അതിനുശേഷം അർജുനന് ഇഷ്ടമുണ്ടെങ്കിൽ ദ്വന്ദ്വയുദ്ധം നടക്കട്ടെ. കാരണം ദ്വന്ദ്വയുദ്ധത്തിൻ്റെ അന്ത്യം ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുന്തമുനയെ പോറ്റ പോലെ എന്നെ നോവിച്ചു. പുരുഷാർത്ഥത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന ഹസ്തിനാപുരിയിലെ ആ മണ്ഡപത്തിൽ കയറിയെന്ന് ഞാൻ ആ കുലത്തിൻ്റെ പേര് പറയും. ഈ തേജസ്വികളായ സൂര്യവംശകരായ പുരുഷ ശേർഷന്മാരുടെ മുമ്പിൽ ഞാനൊരു തേരാളിയുടെ മകനാണെന്ന് എങ്ങനെ പറയും? ക്ഷണനേരം കൊണ്ട് എൻ്റെ മനസ്സ് ചിന്തകളുടെ കരുക്കിൽ കിടന്നുപോയി. ഞാൻ തല താഴ്ത്തി ആലോചന കൊണ്ടു. എൻ്റെ മനസ്സിൽ 2 പ്രബല ചിന്തകൾ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചിരുന്നു. മനസ്സ് കോലാഹലം കൂട്ടി. പറയൂ കർണ, വിരിഞ്ഞ നെഞ്ചു കാട്ടി ഗർവോടെ പറയൂ, ഞാൻ അതിരന്നലിനെയും അമ്മ രാധയുടെയും മകൻ സൂതപുത്രനായ കർണനാണെന്ന്. ഞാൻ ഷോണൻ്റെ സഹോദരനാണെന്ന്. ഞാൻ സാരഥയായ കർണനാണെന്ന്. പക്ഷെ മറ്റൊരു മനസ്സ് മന്ത്രിച്ചു. സങ്കുചിത മനസ്കരായ ആളുകൾക്കാണ് ഇവിടെ ഇരിക്കുന്നത്.
അവർ എന്തു വാക്ക് പറഞ്ഞാണ് എൻ്റെ കുലത്തെ അംഗീകരിക്കുക? എല്ലാവരും നിന്ദിച്ചു പറയും, എന്ത് സാരഥിയുടെ മകനോ, പിന്നെന്തിനെവിടെ വന്നു? ഇവനെ കുലത്തിനെ നിന്ന് തന്നെ എതിരാക്കണം. ചിന്തയുടെ കൊടുങ്കാറ്റിൽ മനോലതമില്ലെന്നു. വർഷപദമേറ്റ് തുണ്ടലിഞ്ഞ താമര പോലെ എൻ്റെ തല കുനിഞ്ഞു. ആരോ മണ്ഡപത്തിലേക്ക് കയറുന്നതായി അധീരനായി ഞാൻ തലയുയർത്തി നോക്കി. യുവരാജാവായ ദുര്യോധനായിരുന്നു അത്. എന്തൊരു ഗർവുള്ള നടത്തം! തീക്ഷ്ണതയാർന്ന മൂക്ക്, തുളച്ചു കയറുന്ന നോട്ടം. അയാൾ മുന്നോട്ട് വന്ന് മുഷ്ടികൾ ചുരുട്ടി കലങ്ങിയ കണ്ണുകളാൽ എല്ലാവരെയും നോക്കി ചാട്ടവാറിന്റെ ശബ്ദത്തിൽ പറഞ്ഞു, ഗുരുദേവനായ കൃപാചാര്യർ, വീര്യത്തെ ക്രൂരമായി അവഹേളിക്കുന്നു. ക്ഷത്രിയനാകുവാൻ കർണന് എന്തിൻ്റെ കുറവാണുള്ളത്? ധർമ്മശാസ്ത്രമനുസരിച്ച് ആരെയാണ് ക്ഷത്രിയൻ എന്ന് വിളിക്കുന്നത്? ബാഹുകൾക്ക് കരുത്തറിയവനെ, സ്വന്തമായി രാജ്യമുള്ളവനെ, രാജകുലത്തിൽ ജനിച്ചവനെ. ഈ കർണൻ തൻ്റെ പുരുഷാർത്ഥം ഇവിടെ പ്രകടമാക്കി താൻ ക്ഷത്രിയനാണെന്ന കാര്യം ഇവിടെ സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആർക്കും തൃപ്തിയായില്ലെങ്കിൽ ഞാൻ ദുര്യോധനൻ കർണൻ ക്ഷത്രിയനാണെന്ന് തർപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ ദ്വന്ദ്വയുദ്ധം ആവശ്യമാണ്. ഞാൻ യുവരാജാവായി ഈ ദുര്യോധനൻ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഈ മണ്ഡപത്തിൽ എല്ലാവരുടെയും സമക്ഷം ഈ വീരനും തേജസ്വിയും ധീരനുമായ കർണനെ ഞാൻ അംഗരാജ്യത്തിലെ രാജാവാക്കുന്നു. മഗധയ്ക്കടുത്തുള്ള അംഗരാജ്യം ഇന്നുവരെ കൗരവരുടെ അധീപത്യത്തിലായിരുന്നു. അതിന് ഈ നിമിഷനേരം കൊണ്ട് കർണൻ്റേതായി തീരും. കർണൻ അംഗരാജാവാണ്. അയാൾ തൻ്റെ തടിച്ച കഴുത്ത് ചുറ്റും തിരിച്ച് എല്ലാവരുടെയും അംഗീകാരം വാങ്ങി. എങ്ങും നിശബ്ദത. തൻ്റെ തടിച്ചു വളഞ്ഞ പുരികങ്ങൾ അധികം വളച്ച് അയാൾ ഭൃത്യരെ കൈവിട്ട് പിടിച്ചു. ഉടൻ നിരവധി സേവകർ മണ്ഡപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി. സിംഹാസനം കൊണ്ടുവരും, അഭിഷേകത്തിന് വെള്ളം കൊണ്ടുവരും, പുരോഹിതനെ വിളിച്ചുകൊണ്ടുവരും. അല്പനിമിഷത്തിനുള്ളിൽ മണ്ഡപത്തിൽ ഒരു സ്വർണ്ണ സിംഹാസനം എത്തി. പിറകെ തന്നെ അഭിഷേകത്തിന് വെള്ളവും രാജസ്രവും എത്തി. അതിനു മീതെ ഒരു സ്വർണ്ണ കിരീടവും തിളങ്ങുന്ന വാളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ 2 വൃദ്ധ ബ്രാഹ്മണരുമെത്തി. എല്ലാവർക്കും പുഷ്പം വീതിച്ചു കൊടുത്തു. എങ്ങും ചന്ദനതൈലത്തിൻ്റെയും കസ്തൂരിയുടെയും ഗന്ധം പരന്നു. ദുന്ദുഭൂവിയും ഉടുക്കും മുഴങ്ങി തുടങ്ങി. കളരിയാകെ ഒരു മംഗളകർമ്മത്തിൻ്റെ വേദിയായി രൂപാന്തരപ്പെട്ടു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല. ജനം കുശുകുശുക്കാൻ തുടങ്ങി. ഈ ഹസ്തിനാപുരിയിൽ മഹാരാജാവായ മനു തൊട്ട് ധൃതരാഷ്ട്ര വരെയുള്ള കാലഘട്ടത്തിൽ ഇത്തരമൊരു പട്ടാഭിഷേകം ഉണ്ടായിട്ടില്ല. ഞങ്ങളിതുവരെ കേട്ടിട്ടില്ല. നല്ല കാര്യം, ഈ വീരന് യജോദിതമായ അംഗീകാരം കിട്ടുകയാണ്. പക്ഷേ ഈ പട്ടാഭിഷേകത്തിന് ശേഷം ഈ ദ്വന്ദ്വയുദ്ധത്തിൽ എന്ത് സംഭവിക്കും? ഈ തരത്തിൽ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ദുര്യോധനൻ തൻ്റെ കൈകൾ പിടിച്ച് ആ സിംഹാസനത്തിലെത്തി. വൃദ്ധ ബ്രാഹ്മണർ ഈണത്തിൽ പവിത്ര മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി. അല്പം മുമ്പ് വെല്ലുവിളികളും തർക്കങ്ങളും കയ്യടികളും മുഖരിതമായ സ്ഥലത്ത് ഇപ്പോൾ മന്ത്രധ്വനി മുഴങ്ങുകയാണ്. എൻ്റെ ശിരസിൽ ഗംഗ, യമുന, സരസ്വതി, സിന്ധു, ഗോമതി തുടങ്ങിയ ആര്യാവർത്തത്തിലെ സമസ്ത നദികളുടെയും പുണ്യജലം കുടയപ്പെട്ടു. ഒരു വശത്ത് ഈ ജലത്താൽ എൻ്റെ ശിരസ് നനയുകയായിരുന്നെങ്കിൽ മറുവശത്ത് യുവരാജാവായ ദുര്യോധനൻ്റെ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഗംഗാജലത്തിൽ എൻ്റെ മനസ്സ് ഈർന്നണിയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര വിശാലമാണ്! അദ്ദേഹം ഇന്നും മുമ്പോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ ചിന്തയിൽ എൻ്റെ ശരീരം വിറപൂണു. കർണൻ തൻ്റെ ജീവിതത്തിൽ ചുരുക്കം ചിലരെ മാത്രമേ സ്നേഹിച്ചിട്ടിരുന്നുള്ളൂ. അച്ഛനെ, അമ്മയെ, സഹോദരനെ, പിന്നെ അശ്വത്ഥാമാവിനെ, പിന്നെ ഭീഷ്മ പിതാമഹനെ, ഇപ്പോൾ യുവരാജാവായ ദുര്യോധനൻ. എന്നാൽ ഇപ്പോൾ മറ്റുള്ളവരെ എല്ലാം അപേക്ഷിച്ച് ദുര്യോധനൻ ഭിന്നനാണ്. കാരണം അപമാനം നഗരത്തിൽ ആണ്ടുപോയ എന്നെ തൻ്റെ കൈ തന്ന് സഹായിച്ചത് അയാളാണ്. ഈ കർണൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ യുവരാജാവായ ദുര്യോധനന് വേണ്ടി മാത്രം സ്ഥാനമുണ്ടാവും. ഞാൻ മനസ്സാ തീരുമാനിച്ചു, സിംഹാസനത്തിൽ ഇരിക്കുക തന്നെ. അദ്ദേഹം ഒരു സ്വർണ്ണ കിരീടം എൻ്റെ ശിരസിൽ അണിയിച്ചു. ചുമലിൽ രാജവസ്ത്രമിട്ട് കയ്യിൽ തിളങ്ങുന്ന വാളുമായി അതവൻ യഥേഷ്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചുറ്റി നടന്ന ഉച്ചത്തിലതായി, അംഗരാജാവായ കർണന്. എല്ലാവരും അയാളോട് ചേർന്ന് ഉച്ചത്ത് വിളിച്ചു പറഞ്ഞു, ജയ്. തുടരും.